കാസർഗോഡ് മട്ടലായിക്കുന്നിന്റെ താഴ്വാരത്ത് കാണുന്ന കാഴ്ചകളും അതീവ ഭീതിയുണ്ടാക്കുന്ന ചില കാഴ്ചകളാണ്. ഒരു വശത്ത് നമുക്ക് ദേശീയപാത കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടരികിലായുള്ള വീടുകൾ വലിയ തോതിൽ തകർച്ചാ ഭീഷണി നേരിടുന്നു എന്നത് തന്നെയാണ് സത്യം. വയലിലേക്കടക്കം ഈ മണ്ണും ചളിയും വെള്ളവും പോയി കൃഷിഭൂമി പൂർണ്ണമായും നശിച്ചു പോകുന്നൊരവസ്ഥ. ഓരോ വർഷവും നമ്മൾ ആൾക്കാർ വെച്ച് ഈ ചെളിയൊക്കെ മാറ്റും. പിറ്റത്തെ രണ്ടാമത് മഴ പെയ്യുമ്പോൾ വീണ്ടും ഇതേ ചളിയോടെ രൂപപ്പെടും. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ കുട്ടികൾ 1-ാം തീയതി സ്കൂൾ ഓപ്പൺ ആവാൻ തുടങ്ങി. അത് അന്ന് എങ്ങനെ സ്കൂളിലേക്ക് പോകുന്നില്ല വലിയ ആശങ്കയിലൊക്കെ ഉള്ളത്. മുന്നേ പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ ഒരേക്കറോളം മലയുണ്ടായ സ്ഥലമാണ്. അപ്പോൾ ഹൈവേയുടെ പ്രവൃത്തിയുടെ ഭാഗമായി മണ്ണൊക്കെ എടുത്ത് ഇപ്പൊ ചെറിയൊരു വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം മലയുടെ തൊട്ട് ഏറ്റവും അടിയിൽ ഉറപ്പില്ലാത്ത ഒരു പൂഴി തരിയുള്ള മണ്ണാണ്, ചേടി. അതാണ് ഇപ്പോൾ ഒഴുകി ഈ റോഡിലൂടെ സർവീസ് റോഡിലേക്കൂടെ വയലിലേക്കോ അതുപോലെ നമ്മളെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാലവർഷം ആരംഭിച്ചു കൂടുതലായി മണ്ണ് അടിഭാഗത്ത് വന്നാൽ ഈ മല മുഴുവനായിട്ടും ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീഴാനും അപ്പോൾ വലിയൊരു ദുരന്തം നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. 10 ദിവസമായിട്ട് നമ്മളിപ്പോൾ വാഹനം എടുക്കുന്നില്ല. നടന്നിട്ട് റോഡിലേക്ക് പോയി അവിടുന്ന് ഓട്ടോക്കൊക്കെ അങ്ങനെയാണ് ജോലിക്ക് വന്നത്. ഇവർക്ക് ഈ വാർത്ത എടുത്ത് മെഗാ കമ്പനിയുടെ പലാത്തറ ഓഫീസിൽ പോയിട്ട് പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് ഡ്രൈനേജ് പണിയും റോഡിന്റെയും അതുപോലെ വീടിന്റെയും ഒക്കെ നിങ്ങളെ പ്രശ്നം സുരക്ഷിതമാക്കി മാറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ 2024 ഇതേ അവസ്ഥയുണ്ടായത്. അന്നും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ മൊബൈൽ സ്വിച്ച് ഓഫ്, അതുപോലെ എടുക്കാത്തൊരവസ്ഥയാണ് ഇവരെ ഇതുമായി ബന്ധപ്പെടുന്ന മെഗാ കമ്പനി മലയാളി എഞ്ചിനീയർമാർ. എൻ്റെ ഓഫീസർമാരെല്ലാം വന്ന സമയത്ത് പറഞ്ഞു ഇവിടെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇപ്പം ചെയ്തുതരാം. പിന്നെ നാളെ ഒരു വണ്ടി എടുത്ത് പോയി. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ട് നോക്കാം. ഇപ്പം മണ്ണിടിഞ്ഞ് വീണു പോയി. നമ്മളിവിടെ ഒരു കിണറുണ്ടായിന്, കിണർ പോയി. ഇതുവഴി വരാനാവുന്നില്ല. വളരെ ബുദ്ധിമുട്ട് ഈ റോഡ് പണീനെ കൊണ്ട്. അന്യ സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉള്ളത്. അവർക്ക് ഇവിടുത്തെ മണ്ണിന്റെ ഘടന അറിയില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തെളിഞ്ഞു കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മലയിടിഞ്ഞു വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരു പ്രത്യേക മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സിമന്റ് പശ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് ആ ഒരു ഭാഗം താൽക്കാലികമായി അടയ്ക്കുന്നതിന് സമാനമായ ഏതായാലും മറ്റൊരു ശിരൂർ ഈ നാട്ടിൽ ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.